കടം വാങ്ങിയിട്ടല്ല ജിത്തോട്ടാ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത്. എടി അവനെ വിളിച്ച് കിട്ടിയിട്ടില്ല, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം, നമുക്ക് ശരിയാക്കാം. കുടുംബശ്രീയുടെ പൈസയാണ്, എനിക്കിനി അവിടെ പോയി ഒഴിവ് പറയാൻ വയ്യ. എടാ ഞാൻ അന്ന് തന്ന പൈസ ഇല്ലേ? ആ പൈസ എടാ അത് എത്രയായിരുന്നു അത്? എടാ 10,000. ആ യെസ് 10,000. ഞാനേ ഫോൺ മാറ്റിയിട്ട് ഇടയ്ക്കൊരു ചെറിയ ടൈറ്റായി. എടാ എനിക്ക് അർജന്റ് എന്നറാ. എനിക്ക് മനസ്സിലായി, ഒരു കാര്യം ചെയ്യേ, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. എടാ അത് ഓക്കേടാ ഞാൻ വിളിക്കാം. ഞാൻ അർജന്റ് കേസ് എന്നറാ. എനിക്കിങ്ങനെ ഒരു നാണം കെടാനൊന്നും വയ്യടി. കടം കൊടുത്തവർക്കല്ല, അത് വാങ്ങിയവർക്ക് അതിന്റെ നാണക്കേട് ഉണ്ടാവേണ്ടത്. പൈസ ഇല്ലഞ്ഞിട്ടൊന്നല്ലോ. ശങ്കുപ്രോയുടെ സ്റ്റാറ്റസ് എല്ലാം കണ്ടായിരുന്നോ? അങ്ങ് ഗോവയില. അതെങ്ങനെയാ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ? എടോ സോറി. മറ്റുള്ളവരെ സഹായിച്ചതിന്റെ പേരില് ഇവിടെ സമാധാനം കൂടെ പോയി കിട്ടി. എന്താണ് വഴിതടയിലാണോ? എടാ ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു ആ പൈസയുടെ കാര്യം. ഒരു 10 രൂപയല്ലേ, അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എടാ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് കടായിട്ട് താ, ഞാൻ സാലറി കിട്ടുമ്പോ തിരിച്ചു തരാം. എടാ ഞാൻ അവിടെ നിന്ന് ഇവിടത്തൊക്കെ മറച്ചതാടാ. എടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? കയ്യിൽ വെച്ചോണ്ട് ഞാൻ തരാതിരിക്കോ? എടാ എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണിത്. അശോക നീ എന്നെ ഒരുപാടായി വിളിപ്പിക്കുന്നത്, നിനക്കത് വലിയ പൈസ ആവില്ല. നീ അന്നൊരു അത്യാവശ്യം പറഞ്ഞപ്പോ ഞാൻ പല സ്ഥലങ്ങളിലായിരുന്നു മറച്ചു തന്ന പൈസയാണ്. നിനക്ക് ട്രിപ്പ് പോകാനും ഫോൺ വാങ്ങാനൊക്കെ പൈസ ഉണ്ട്, നിനക്ക് എന്റെ പൈസ മാത്രം തിരിച്ചു തരാനില്ല. കുറച്ച് കാശ് നിന്റെ കടം വാങ്ങിയെന്നല്ലേ ഞാൻ ചെയ്തോളൂ. തര എങ്ങായി? നിന്റെ ഈ പൈസ കാരണം നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ, ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. 10,000 കുണുവല്ലേ നിന്റെ? കണ്ടല്ലോ, തീർന്നു നമ്മളെ. അല്ല ഞാൻ ചോദിക്കാൻ വിട്ടു, നീ അഷ്ഫാഖും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ഇന്നലെ നിന്നെ കൂടി വിളിക്കാന്ന് പറഞ്ഞപ്പോ അവൻ വേണ്ട പറഞ്ഞു. ഒന്നുകൂടാ, ഞാൻ അവന് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ബന്ധം അങ്ങോട്ട് പോയി കിട്ടി.